3 കാര്യം പുള്ളി പറഞ്ഞു. 3 കാര്യം ഒരു മനുഷ്യന് ആവശ്യമുണ്ട് ദൈവസന്നിധിയിൽ വളരണമെങ്കിൽ. 1 താഴ്മ, 2 താഴ്മ, 3 താഴ്മ. പ്രവചനമായാലും അന്യഭാഷയായാലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, ഒറിജിനലും ഉണ്ട്. അത് സഭയിൽ തന്നെ ഉണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും എങ്ങനെ നമുക്കറിയാൻ പറ്റും? നമ്മൾ മനുഷ്യരെ എല്ലാം നോക്കേണ്ടേ, നമ്മൾ ദൈവത്തെ മാത്രമേ നോക്കി ജീവിക്കാവൂ. മനുഷ്യനെ നോക്കിയാൽ നമ്മൾ വീണ് പോകും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ വചനമായിട്ട് കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ, ജനത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനം കർത്താവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം കർത്താവേ, അതേ പരിശുദ്ധാത്മാവിൽ തന്നെ കർത്താവേ സംസാരിപ്പാൻ കർത്താവേ അടിയന് ബലം നൽകണമേ, ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ജനത്തെ കർത്താവേ അങ്ങ് ലജ്ജിപ്പിക്കല്ലേ കർത്താവേ, ഹല്ലേലൂയ, നിരാശയോടെ കടന്നു പോകാൻ ഇടവരുത്തരുത് കർത്താവേ, അടിയനെ ലജ്ജിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ മറവിൽ നിർത്തണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കർത്താവേ അങ്ങയുടെ വചനം ഘോഷിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ ജനത്തോട് സംസാരിക്കണം, അങ്ങ് ഈ ജനത്തോട് ഇടപെടണം കർത്താവേ. ഞങ്ങളുടെ കുറവുകളെ കണക്കിടരുത് കർത്താവേ, ഞങ്ങളുടെ ദോഷങ്ങളെ കണക്കിടരുത് കർത്താവേ. അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം കൊണ്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളെ ജീവിപ്പിക്കുന്ന വചനം, ഞങ്ങളെ സൗഖ്യമാക്കുന്ന വചനം കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ കർത്താവേ കാണിച്ചു തരുന്ന വചനം ഞങ്ങൾക്ക് കർത്താവേ ഈ പകൽക്കാലം ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇരുവായ് തല കർത്താവേ കാൽ മൂർച്ചയേറിയ വാള് ആകുന്നുവല്ലോ കർത്താവേ അങ്ങയുടെ വചനം കർത്താവേ, ഞങ്ങളുടെ സന്ധി മജ്ജകളെ കർത്താവേ തുളച്ച് കയറുവാൻ തക്കണം അങ്ങ് കർത്താവേ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ, കൃപ കൂടിയിരിക്കണമേ, അങ്ങ് മഹത്വം എടുക്കണമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അരുതാത്തതൊന്നും കർത്താവേ നാമിൽ നിന്ന് വരുവാൻ ഇടവരുത്തരുത് കർത്താവേ. അങ്ങയുടെ കൃപയിൽ പൊതിയണമേ, സകല മഹത്വം എടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമീൻ. അപ്പം ഞാൻ ഇനി വചനത്തിലേക്ക് കടക്കുകയാണ്. പുറപ്പാട് പുസ്തകം അതെടുക്കണ്ട. പുറപ്പാട് പുസ്തകം 3:4 നമ്മൾ മോശയും ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. അതായത് യത്രോവിൻ്റെ മിദ്യാനിലെ പുരോഹിതൻ്റെ ആടുകളെ മേയിച്ച് മോശ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഹോരേ പർവ്വതം, അതായത് യഹോവയുടെ പർവ്വതം എന്ന ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ പെട്ടെന്നൊരു സംഭവം കാണുന്നു. അതായത് ഒരു മുൾപടർപ്പ് കത്തുന്നു. പക്ഷേ മോശ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മുൾപടർപ്പ് കത്തുന്നെങ്കിലും അത് വെന്തു പോകുന്നില്ല. അപ്പം മോശ ഇതിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, നീ അടുത്തോട്ട് അരുത്, ഇത് വിശുദ്ധ സ്ഥലമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പ് വീഴാൻ പറഞ്ഞു. അങ്ങനെ മോശ അടുത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ യഹോവയും മോശയും തമ്മിലുള്ള ഒരു സംഭാഷണം അങ്ങോട്ട് തുടങ്ങി. അപ്പം യഹോവയായ ദൈവം പറയുന്നു, ഞാൻ ഇസ്രായേൽ മക്കളുടെ കഷ്ടങ്ങളെ കണ്ടു, അവരുടെ വേദന ഞാൻ അറിയുന്നു, അതുകൊണ്ട് ഞാൻ അവരെ വിടുവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യണം, നീ അങ്ങോട്ട് പോയിട്ട് നീ മിസ്രൈമിൽ ചെന്ന് നീ അവരുമായിട്ട് സംസാരിക്കണം. ഉടനെ മോശ പറഞ്ഞു, നീ ആരാ? എനിക്കറിയത്തില്ല. നിന്റെ പേരെന്തുവാണ്? എനിക്കറിയത്തില്ല. അപ്പോൾ പറയുന്നു, ഞാനാകുന്നു. ശരി, അപ്പം ഞാൻ ചുമ്മാ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, നിൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നു? ഒരു വടിയായിരിക്കുന്നു. അപ്പോൾ വടി തറയിലോട്ട് ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് തറയിലിട്ടപ്പോഴത്തേക്ക് അത് പാമ്പായി മാറി. അപ്പോഴത്തേക്ക് മോശ പേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പിന്നെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ വാലെ കയറിപ്പിടി. വാല് പിടിച്ചപ്പോഴത്തേക്ക് ഉടനെ അത് വീണ്ടും ഇതായി വടിയായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും മോശ ഒഴിവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എനിക്ക് പോകാൻ മനസ്സില്ല. അപ്പോൾ ഉടനെ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചിട്ട് പറഞ്ഞു. അപ്പം അന്നേരമാണ് മോശ പറയുന്നത്, എൻ്റെ തടിച്ച നാവാണ്, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ ഒരു കാര്യം ചെയ്യും. അപ്പോഴത്തേക്കാണ് യഹോവയുടെ കോപം ജ്വലിച്ചിട്ട് എന്താ പറയുന്നത്? നിൻ്റെ സഹോദരനായ ആരോനുണ്ടല്ലോ, അവൻ നിന്നെ കാണാനായിട്ട് വരുന്നുണ്ട്, ആ മരുഭൂമിയിലേക്ക് വരികയാണ്. നീ ഒരു കാര്യം ചെയ്യും, അവൻ നിൻ്റെ നാവായിരിക്കും, നീ അവന് ദൈവമായിരിക്കും. അവൻ നിൻ്റെ നാവായിരിക്കും, അവന് വാക്ക് സമർത്ഥ്യമുണ്ട്, അവൻ നല്ലവണ്ണം സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഈ നല്ലവണ്ണം സംസാരിക്കുന്ന വ്യക്തി പിന്നെ ആള് ഈ സംസാരിക്കുന്നത് ചിലപ്പോൾ വിനയായി മാറുമെന്ന് പിന്നെ ഇത് നമ്മൾ വായിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത്. പോട്ടെ, ഞാൻ അവിടെ വിടുന്നു. അപ്പം മോശ അങ്ങനെ സിപ്പോറായും 2 മക്കളുമായിട്ട് മിസ്രൈമിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ ഒരു കഴുതപ്പുറത്താണ് പോകുന്നത്. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു,
ലാബാന് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് തിരിച്ചപ്പോഴത്തേക്ക് ഒരുപാട് ആടുമാടുകൾ, ഭാര്യമാർ, മക്കൾ എല്ലാം ഉണ്ടായിരുന്നു. ഈ പാവം മനുഷ്യന് ഒരു കഴുത മാത്രമേ ഉണ്ടായിരുന്നു. ഈ കഴുത പുറത്ത് ഭാര്യയും മക്കളെയും കയറ്റിയിട്ട് പുള്ളി നടക്കുകയാണ് മിസ്രൈമിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയ സ്ഥിതിയെ. ശരി, അപ്പോൾ അങ്ങനെ മോശ മിസ്രൈമിലേക്ക് വരുന്നു. അവനെ വഴി വെച്ച് കാണുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് ഇസ്രായേൽ മക്കളുടെ അടുത്ത് ചെല്ലുന്നു. ചെന്നിട്ട് ഈ അടയാളങ്ങളെല്ലാം കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തി. അതായത് യഹോവയായ ദൈവമാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ശരി, നമുക്കിനിയും അടുത്തത് മോശ അങ്ങനെ ഇസ്രായേൽ മക്കളെ വെടിവെച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. മനസ്സിലായോ? അതായത് ചെങ്കടലിനെ വിഭാഗിച്ചാണ് മോശ ഈ ജനത്തെ മുഴുവനും അപ്പുറത്ത് കടത്തുന്നത്. അപ്പം ഈ സമയത്ത് ചെങ്കടൽ വിഭാഗിക്കുന്നു, അക്കരെ കടക്കുന്നു. ഈ ഫറവോനും സൈന്യം അതിനകത്ത് മുങ്ങിച്ചാകുന്നു. അപ്പം ഈ സംഭവങ്ങളെല്ലാം ഇവർ കാണുന്നുണ്ട്. അപ്പം 3 മാസം കഴിയുമ്പോഴത്തേക്ക് 3 മാസം കഴിഞ്ഞ് ഇവർ സീനായി മരുഭൂമിയിൽ ഒന്ന് ഓർത്തോണം. 3 മാസം എന്ന് വെച്ചാൽ ഈ അത്ഭുതങ്ങളുടെ ഒന്നും ചൂടാറിയിട്ടില്ല. മനസ്സിലായോ? അപ്പം ഈ 3 മാസം കഴിഞ്ഞ് ഇവർ മരുഭൂമിയിൽ, അതായത് സീനായി മരുഭൂമിയിൽ വരുന്നു. സീനായി മരുഭൂമിയിൽ വന്നിട്ട് അവർ ഈ ഇതിൻ്റെ സീനായി പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ അവരവിടെ പാളയം ഇറങ്ങി. അപ്പം പാളയം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഈ നമ്മുടെ പുറപ്പാട് പുസ്തകം 19 ഇതെല്ലാം സംഭവങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നീ ഈ ജനത്തെ തയ്യാറാക്കണം. എന്തോ 3 ദിവസം അവരെ ശുദ്ധീകരിക്കണം. അപ്പോൾ അവരെ വസ്ത്രങ്ങളൊക്കെ കഴുകി 3 ദിവസം അവർ ശുദ്ധീകരണം ആചരിക്കണം. അപ്പം ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. ഞാനാണ് നിന്നെ നിയമിച്ചിരിക്കുന്ന. എൻ്റെ ഭുജബലത്താൽ, എൻ്റെ കൈകളാൽ ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നു. അവരറിയണം, അവർ മനസ്സിലാക്കണം. അപ്പം നേരത്തെ നടന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും ഈ ജനത്തോട് എനിക്കൊന്ന് വീണ്ടും അവരെ ഒന്ന് ഓർപ്പിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ യഹോവ അങ്ങനെ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഈ മോശ ഇതുപോലെ ഇവരെ എല്ലാവരും 3 ദിവസം ഒരുക്കി. അതുപോലെ തന്നെ ഈ മലയ്ക്ക് ചുറ്റും നിങ്ങൾ ഒരു ബൗണ്ടറി കെട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് കടന്നു വരാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നുകാലികളോ ആൾക്കാരോ ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ അവർ മരിച്ചു പോകും, അല്ലെങ്കിൽ അവരെ കൊല്ലണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അതിന് ചുറ്റും ഒരു ബൗണ്ടറി കെട്ടണം, വേലി കെട്ടണം, ആരും ഇന്നത്തോട്ട് കടന്നു വരാൻ പാടില്ല എന്ന് മോശയോട് കൽപ്പിക്കുന്നുണ്ട്. മോശ അത് പ്രകാരം അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ അപ്പോഴാണ് ഒരു ചുരുക്കി പറഞ്ഞ ഇപ്പോഴത്തെ ഭാഷയിൽ ഒരു ലേസർ ഡിസ്പ്ലേ ആയിരുന്നു. അതായത് ഈ യഹോവ കൊടുമുടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഭൂകമ്പം ഉണ്ടായി, അവിടെ ഇടിയുണ്ടായി, മിന്നലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞില്ല തീ കത്തുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ കാണുന്ന ഒരു ലേസർ ഡിസ്പ്ലേ പോലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വലിയ കാളത്തിൻ്റെ ശബ്ദം എല്ലാം കൂടെ കേട്ട് ജനം അങ്ങ് പേടിക്കുന്നു. ജനം പേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ യഹോവ പറയുന്നുണ്ട്, ശരി, ജനം ഇനി കയറി വരണ്ട, ജനം അവിടെ നിൽക്കട്ടെ. നീയും അഹരോനും കൂടെ നീ മലയിലേക്ക് കയറി വരാൻ പറയുന്നു. അപ്പം അതിൻ്റെ കൂടെ ഒരു യൗവനക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്, യോശുവ ഈ മോശയുടെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പക്ഷേ നമ്മൾ പിന്നെ വായിക്കുമ്പോഴത്തേക്ക് അഹരോൻ മുകളിലോട്ട് കയറി പോയില്ലെന്നൊരു സംശയം വരുന്നുണ്ട്. അങ്ങനെ മോശെ യോശുവായും കൂടെ മുകളിലോട്ട് കയറി പോകുന്നു, മലയിൽ കയറി ചെല്ലുന്നു. അവിടെ കയറി ചെല്ലുമ്പോഴത്തേക്ക് മോശയോട് ദൈവം തമ്പുരാന് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അതായത് ആദ്യം 10 കൽപ്പനകൾ കൊടുക്കുന്നു, പിന്നെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട. അത് പിന്നെ 19-ാം അധ്യായം മുതൽ ഒരു 32 വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ദൈവം സന്നിധിയിൽ മോശയെ അവിടെ ദൈവസന്നിധിയിൽ ഇരുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പെട്ടെന്ന് നമുക്ക് പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായം അതിലേക്ക് കടന്നു വരാം. പുറപ്പാട് 32 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മോശ പർവ്വതത്തിൽ വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹ്റോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹ്റോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രിമാരുടെയും പുത്രന്മാരുടെയും കാതിലെ പൊൻകുണക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹ്റോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. മതി. അപ്പൊ അവിടെ ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? അഹരോന്. ഈ ജനത്തെ നയിച്ചുകൊണ്ട് വന്നത്, അല്ലെങ്കിൽ മരുഭൂമിയിൽ ഇതുവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടന്നിട്ടും ഈ ജനത്തിന് എന്തോ സംഭവിച്ചു? അവർക്കപ്പോൾ ഈ ദൈവത്തെ നേരെ വണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലായിരുന്നോ?
അടുത്തത് ഈ അഹരോനോട് ഈ ജനം വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മഹാപുരോഹിതനാകേണ്ട ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി എന്തിനാ ഉടനെ ഈ ജനം പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ നിങ്ങളുടെ മുമ്പാകെ പോകാനായിട്ടൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് ഇതിന് തുനിയണമായിരുന്നോ? ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ട ഒരു വ്യക്തി എന്തുകൊണ്ടാണ് അഹരോൻ ഇത് ചെയ്തത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അടുത്തത് ഇച്ചിരി നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് നിന്റെ ദൈവമാകുന്നെന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാറെ അതിന് മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്കൊരു ഉത്സവം എന്ന് പറഞ്ഞു. പിറ്റന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങൾ അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പെട്ടെന്നാണ് അവിടുത്തെ രംഗം മാറുന്നത്. ദൈവം അവരെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. മോശ അവരുടെ നേതാവായിട്ട് വരുന്നു. എന്നിട്ട് 3 മാസമേ ആയുള്ളൂ അവർ സീനായി പർവ്വതത്തിൽ വന്നിട്ട്. എന്നിട്ട് എന്ത് പെട്ടെന്നാണ് ഇവർ ഈ ദൈവത്തെ കളഞ്ഞിട്ട് ഒരു കാളക്കുട്ടിയുടെ പുറകെ പോയി. അതും ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ അഹരോന് മോശയുടെ കൂടെ നിൽക്കുന്ന വായായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ അഹരോനാണ് ഉടനെ അവരുടെ കുണുക്കെല്ലാം കൂടെ മേടിച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇതാകുന്നു നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അടുത്തത് അപ്പോഴാണ് യഹോവ അവിടെ അപ്പം 10 ഈ കൽപ്പലക മോശയുടെ കയ്യിൽ കൊടുക്കുന്നു. കൽപ്പലക കൊടുത്തിട്ട് അത് യഹോവ തന്നെയാണ് ചെത്തി കൊടുത്തിരിക്കുന്നത്. എഴുതിയതും യഹോവ തന്നെയാണ്. ഇതെല്ലാം മേടിച്ച് 40-ാമത്തെ ദിവസം താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഉടനെ യഹോവ അവനോട് പറയുന്നു, നീ വേഗത്തിൽ ചെല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതെല്ലാം ദോഷമായിട്ട് ചെയ്തിരിക്കുന്നു, എന്നെ മറന്നിട്ട് എന്ത് ചെയ്തിരിക്കുക, അവർ കാളകൊട്ടി ഉണ്ടാക്കി അതിൻ്റെ പുറകെ പോയിരിക്കുക, അതുകൊണ്ട് നീ വേഗത്തിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പം മോശ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതെല്ലാം ബഹളവും അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഉടനെ യോശുവ പറയുന്നു, ഇതെന്താണ് ഈ ശബ്ദം കേൾക്കുന്നത്, ഇതെന്തോ യുദ്ധത്തിൻ്റെ ഇതാണോ? അപ്പം മോശ പറഞ്ഞു, അതല്ല, അവർ അവിടെ ഇത് കൂത്താടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞിട്ട് താഴോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കാണുന്ന സീന് മോശ പാളയത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഉടനെ അവരോട് ചോദിച്ചു, നീ ഈ ജനത്തെ കൊണ്ട് ചെയ്യിക്കാൻ ഈ ജനം നിന്നോട് എന്തു പാപം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അഹരോൻ പറയുന്നതാണ് ഇനി അടുത്ത വാക്ക്. അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അത് എൻ്റെ പക്കൽ തന്നു. ഞാൻ അത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. ഒരു മിനിറ്റ്, ഞാൻ തീയിലിട്ടു, ഒരു കാളക്കുട്ടി പുറത്തു വന്നു. അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നത്? അതാണോ സത്യം? അതിന് മുമ്പേ എന്തോ സംഭവിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. അവനൊരു കാളക്കുട്ടിയെ കൊത്തുളി കൊണ്ട് വാർത്തുണ്ടാക്കി. മനസ്സിലായോ? അപ്പം ഇവിടെ അവരവൻ എന്താ പറയുന്നത്? കള്ളവല്ലേ പറയുന്നത്? അല്ലേ? അതെ. ഈ 28 ഒരു 4 അധ്യായത്തിന് മുമ്പേ, അതായത് പുറപ്പാട് പുസ്തകം 28 അധ്യായം 28 1-2 വാക്യങ്ങൾ. നിന്റെ സഹോദരൻ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹരോനെയും അഹരോന്റെ പുത്രന്മാരായ നാബ്, അബിഹു, ഏലിയാസ്. എന്താണ് 28 അധ്യായം? ഇത് 32 ഇത് 32 അധ്യായം. 28 അധ്യായത്തിൽ ദൈവം അഹരോന് വേണ്ടതായിട്ട് അവനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. മനസ്സിലായോ? 4 അധ്യായത്തിന് മുമ്പ്. എന്നിട്ട് പറയുന്നത് എന്താണ്? അവർക്ക് വേണ്ടതായിട്ടുള്ള വേഷങ്ങൾ, ഈ വേഷങ്ങളെല്ലാം ഡിസൈൻ കൊടുക്കുകയാണ്. വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ വേഷങ്ങളൊന്നുമല്ല. അതൊന്ന് വായിച്ച്. നിന്റെ സഹോദരൻ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരും അവൻ്റെ പുത്രന്മാരും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിഞ്ഞ പഞ്ഞിനൂൽ എന്നിവ എടുക്കണം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ. മതി. അത് ഈ കേൾക്കുന്ന സാധനങ്ങൾ സാധാരണ സാധനങ്ങളൊന്നുമല്ല. നല്ല ആഡംബര വസ്ത്രം അഹരോന് വേണ്ടി ദൈവം തയ്യാറെടുക്കുമ്പോൾ ഈ വിദ്വാൻ എന്തുവാ ചെയ്തത്? ഈ വിദ്വാന് ഈ ഇസ്രായേൽ മക്കളെ മുഴുവനായിട്ട് തെറ്റിച്ച് ഒരു കാളക്കുട്ടിയുടെ മുമ്പാകെ നമസ്കരിക്കുവാൻ തക്കോണം ഇടയാക്കി, ഇല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം, അപ്പോൾ അടുത്തത് നമ്മൾ മോശ എന്താണ് പറയുന്നത് നോക്കാം. പാളയത്തിൻ്റെ പുറത്ത് നിന്ന് പറയുന്നത്
നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറേ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. എൻ്റെ യഹോവയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ. ശ്രദ്ധിക്കണം, യഹോവയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. അല്ലാതെ അവിടെ എൻ്റെ പക്ഷത്തുള്ളവർ വരണമെന്നല്ല പറഞ്ഞത്. മനസ്സിലായോ? എൻ്റെ പക്ഷത്തുള്ളവർ വരണമെന്നല്ല പറഞ്ഞത്, യഹോവയുടെ പക്ഷത്തുള്ളവർ വരട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഇസ്രായേലിനെ ഒരു മെഗാ ചർച്ചായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ അതിനകത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മനസ്സിലായോ? അതായത് ഒരു പുരോഹിതന് വീണാൽ, ഇപ്പം ഈ കാലത്ത് പുരോഹിതനോ പാസ്റ്ററോ ദൈവദാസന്മാരോ വീണാൽ ജനം തെറ്റിപ്പോകരുത്. ജനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന് പറയാം. എന്നാ പറ്റിയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 പേര്, അതായത് ഈ ലേവ്യ ഗോത്രക്കാരോട് മോശ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വാളുമായിട്ട് നേരെ പാളയത്തിനകത്തോട്ട് പോവുക, എന്നിട്ട് വെട്ടേണ്ടവരൊക്കെ വെട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ സംഭവിച്ചത്? ആ കൂടെയുള്ള അഹരോൻ്റെ കൂടെ നിന്നവർ 3000 പേര് മരിച്ചു. പക്ഷെ അഹരോൻ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പുരോഹിതന്മാർ തെറ്റിപ്പോയാലും ശരി, കൂടെ നിൽക്കുന്നവർ വളരെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ തലയിലായിരിക്കും ഈ വാൾ വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മളെ ഈ മനുഷ്യനെ നോക്കരുത്. മനുഷ്യൻ വീഴും, മനുഷ്യന് പലതും സംഭവിക്കാം. പക്ഷേ നമ്മൾ ദൈവത്തെ മാത്രം ഒരുവൻ മാത്രമേ ഉള്ളൂ. നമ്മളെ നടത്തുവാൻ ശക്തനായ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അവനെ മാത്രം നോക്കുക. നിങ്ങൾ ദൈവത്തെ ഓർത്ത് മനുഷ്യരെ നോക്കരുത്. മനുഷ്യർ പ്രത്യേകിച്ച് ഈ കാലയളവിൽ നമുക്കറിയത്തില്ല എന്തോ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മൾ ദൈവത്തെ മാത്രം അറിഞ്ഞ് മുൻപോട്ട് പോകാൻ തൊക്കെ ഇടയാക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംഖ്യാപുസ്തകത്തിലേക്ക് പോകാം. സംഖ്യാപുസ്തകം 16:1-3 വരെ. സംഖ്യാപുസ്തകം. എന്നാൽ ലേവിയുടെ മകനായ കോരഹത്തിന്റെ മകനായ ഇസഹാറിന്റെ മകൻ കോരഹ്, റൂബേൻ ഗോത്രത്തിൽ ഏലിയാബിന്റെ പുത്രനായ ദാദാൻ, അബിരാം, പൊലത്തിന്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദ്യരും പ്രമാണികളുമായി 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി, സഭ ഒട്ടൊഴികെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യമുണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവിടെ മോശയ്ക്കും അഹരോനും എതിരായിട്ട് കോരഹപുത്രന്മാരും മാത്രമല്ല, കോരഹപുത്രന്മാരുടെ കൂടെ റൂബേൻ ഗോത്രത്തിൽപ്പെട്ട ദാത്താനും അബിറാമും അവരും കൂടെ ചേർന്ന് മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് അവിടെ എഴുന്നേറ്റു. അവരുടെ പ്രശ്നം എന്താണ്? അവരുടെ പ്രശ്നം, നിങ്ങൾ മാത്രമേ ഉള്ളൂ വിശുദ്ധന്മാർ, ഞങ്ങളും ഉണ്ടല്ലോ, നിങ്ങളുടെ മേൽ തന്നെ ഒരുപാട് അധികാരം എടുത്ത് നിങ്ങളങ്ങ് വാഴുകയാണല്ലോ, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് 250 പ്രഭുക്കന്മാർ എല്ലാവരും കൂടെ ചേർന്ന് 250 പേരാണ് മോശയ്ക്കും അഹരോനും എതിരായിട്ട് എഴുന്നേറ്റത്. അപ്പോൾ അവിടെ പിന്നെ ഈ 16-ാം അധ്യായം 9-10 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. യഹോവയുടെ തിരുനിവാസത്തിലേക്ക് വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേലിന്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? അവൻ നിന്നെയും ലേവി പുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? മതി, പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? അപ്പോൾ ഇവരുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ അവരുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടകമുണ്ട്, നിലവിളക്കുണ്ട്, ഇതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവർക്കത് പോരാ, അവർക്ക് വേണ്ടിയത് പൗരോഹിത്യം കൂടി കാംക്ഷിക്കുന്നുവോ എന്ന് മോശ അവരോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മൾ വിശ്വസ്തയോടുകൂടി നമ്മളങ്ങ് ചെയ്തേച്ചാൽ മതി. നമ്മൾ മറ്റുള്ള, അതായത് വേറെ ഒരാൾ നമ്മളെക്കാളും കൂടി ഒരു വേല ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ആഗ്രഹിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അത് തക്ക സമയത്ത്, അതായത് ഒരു വചനമുണ്ടല്ലോ, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരിപ്പീൻ. ഈ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്യാവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി എപ്പോഴും ഈ സാക് പുന്നൻ്റെ കാര്യം ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ സാക് പുന്നൻ്റെ ഒരു പുസ്തകത്തിനകത്ത് ഞാൻ വായിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ആത്മീയമായിട്ട് വളരണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
താഴ്മ. 3 കാര്യം പുള്ളി പറഞ്ഞു. 3 കാര്യം ഒരു മനുഷ്യന് ആവശ്യമുണ്ട് ദൈവസന്നിധിയിൽ വളരണമെങ്കിൽ. 1 താഴ്മ, 2 താഴ്മ, 3 താഴ്മ. ഇതില്ലയോ വീഴാനായിട്ടുള്ള കെണി നമ്മൾ തന്നെ ഒരുക്കുക. വേറെ ആരെയും പറയേണ്ട, സാത്താനെയും പറയേണ്ട, ആരെയും പറയേണ്ട. നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ജീവിക്കാൻ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മൾ വിശ്വാസത്തോടെ ചെയ്യണം. ഇത് പലപ്പോഴും എൻ്റെ അടുത്ത് ഞാൻ 1-2 കാര്യങ്ങൾ ആരാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബാംഗ്ലൂരിലെ സഭയുടെ കാര്യങ്ങളാണോ എന്ന് എനിക്കറിയത്തില്ല. പറയായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ ടോയ്ലറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ആ മനുഷ്യനാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം എനിക്കൊന്ന് വേറെ ആരാണ്ട് വെളിയിൽ നിന്ന് ആരാണ്ട് ഒരു കൗതുകം തോന്നിയിട്ട് പുള്ളി ചോദിച്ചു, താങ്കൾ ആരാണ്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനൊരു പൈലറ്റാണ്. മനസ്സിലായോ? പുള്ളി ഒരു പൈലറ്റ് ആയതുകൊണ്ട്, പക്ഷേ പുള്ളിക്ക് അത് പ്രശ്നമുള്ള കാര്യമില്ല. പുള്ളി ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നു. ഈ നമുക്ക് പലപ്പോഴും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്ന് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പെട്ടുപിടിക്കാൻ ഒരാൾ വേണം. നമ്മുടെ ഇപ്പോൾ പലയിടത്തും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു പെട്ടിയാണെങ്കിലും പാസ്റ്ററിൻ്റെ പെട്ടി ഓടിക്കാനായിട്ട് ഒരു 20 പേര് കാണും. മനസ്സിലായോ? മറ്റുള്ളവരെ ഒന്നും നോക്കാനായിട്ടൊന്നും ആർക്കും സമയമില്ല. ഈ പുള്ളിയുടെ പെട്ട് പിടിക്കാനും ഈ പുള്ളിയെ പൊക്കിയെടുത്തുകൊണ്ട് പോകാനും ഒക്കെ ഓടുന്നു. നിങ്ങളെന്തിനാ ഈ ഓടുന്ന പുറകെ? ഇവർ പുറകെ ഓടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? അതായത് എൻ്റെ മർത്തോമപ്പള്ളിയിൽ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറയുമായിരുന്നു, പുള്ളിയുടെ അപ്പന് മിടുക്കനാ. അപ്പം അവരെ എനിക്കൊന്ന് ശ്രീ സമാജമാണോ മർത്തമറി സമാജമാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം പുള്ളി സ്ഥിരം പറയും, ഈ പുതിയ അച്ഛന്മാർ വരുമ്പോഴത്തേക്കൊണ്ട് ഇവർക്കൊരു ഒരു പരിപാടിയുണ്ട്. അച്ഛനും കൊച്ചമ്മയ്ക്കും ഒരു സ്വിങ് മെഷീൻ, തയ്യൽ മെഷീൻ മേടിച്ചു കൊടുക്കണം. അങ്ങനെ ഭയങ്കര പദ്ധതികളാണ്. അപ്പോൾ ഈ എൻ്റെ സുഹൃത്തിൻ്റെ അപ്പം പറയാം, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? 3 വർഷം കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ ഇവിടുന്ന് മാറിപ്പോകും. ഇനി അടുത്ത കൊച്ചമ്മ വരും. വരുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും വേറെ സാധനം മേടിച്ചുകൊണ്ട് പോകണം. അതിനേക്കാൾ നിങ്ങൾ ഉണ്ടായിരിക്കരുത്, അല്ലേ നല്ലത്? അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ശരിയാണ്, ഇവരെ ബഹുമാനിക്കണം, ആദരിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ നമ്മൾ ഈ ആവശ്യത്തിൽ കൂടുതലുള്ള കൊടുക്കണോ വേണ്ടായോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. എനിക്കിതിനകത്തൊന്നും വേറെ പറയാനില്ല. നമ്മൾ ഈ ആവശ്യത്തിൽ കൂടുതൽ ഈ മനുഷ്യരെ കുട്ടി ദൈവങ്ങളായിട്ട് മാറ്റരുത്. ഇപ്പോഴത്തെ കാലത്ത് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവരുടെ വീഴ്ചയ്ക്കായിട്ട് നമ്മളെ ഒരുക്കുക. മനസ്സിലായോ? ഇവരൊക്കെ വീണു പോകാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി കെണി ഒരുക്കി കൊടുക്കുക. ഈ ദൈവത്തെ ഓർത്ത് ഈ ആവശ്യത്തെ കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ നമ്മൾ ആ ദൈവത്തെ പോലെ അവരെ കാണരുത്. അത് വളരെ അപകടമാണ്. അപ്പോൾ ഈ കോരപുത്രന്മാർക്കും ഒരു വല്ലാത്തൊരു അസുഖം തോന്നി. ഞങ്ങളും ഇതൊക്കെ അങ്ങോട്ട് ചെയ്താൽ എന്നാ കുഴപ്പം? അപ്പോൾ എന്നാ സംഭവിച്ചു? അപ്പോൾ ഉടനെ അത് മാത്രമൊന്നുമല്ല, അടുത്തത് 19 മുതൽ 21 വരെ ഒന്ന് വായിക്കണം. കോര അവർക്ക് വിരോധമായി സർവ്വസഭയും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. യഹോവ മോശയോടും അഹരോനോടും, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുകൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്ന് കൽപ്പിച്ചു. ആലോചിച്ച് നോക്കിയേ, അതിനകത്ത് എഴുതിയിരിക്കുന്ന കോരപുത്രന്മാർ മാത്രമല്ല, സർവ്വസഭയും കൂട്ടി. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോശ ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തിട്ട് മോശയെക്കൊണ്ട് ദൈവത്തിൻ്റെ ഭുജമാണ് ചെയ്ത്. പക്ഷെ മോശയായിരുന്നു മുമ്പിൽ. പക്ഷേ മോശയുടെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല. സർവ്വസഭ ഈ കോരപുത്രന്മാരോട് കൂടി. അതെന്താ കാരണം? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അധികാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചോ ഈ കോരപുത്രന്മാർ ഇത് മോശം അങ്ങ് ഒതുക്കും, അത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്കങ്ങ് പിടിച്ചെടുക്കാമെന്നുള്ള ഒരു ചിന്ത വല്ലതും ഉണ്ടായതാണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ശരി, മോശ അപ്പോൾ പറയുന്നത് ഇത് യഹോവയായിട്ട്. ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിളക്കെടുത്ത് കത്തിക്കണം. അപ്പോൾ ഇവർ 250 പേരോടും പറയുന്നുണ്ട് അത് ചെയ്യണം. അത് നാളെ നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അവരോനും ഇവർ 250 പേര്. അപ്പോൾ അന്നേരമാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യണം. ഈ കത്തിച്ച് നിൽക്കുമ്പോഴല്ല, കത്തിക്കാൻ പോകുമ്പോഴായിരിക്കും പറയുന്നത് ഒരു കാര്യം ചെയ്യണം, അവിടെ കൂടെ നിൽക്കുന്നവരോട് മാറിക്കോളാൻ പറ, അല്ലെങ്കിൽ എല്ലാവരെയും ദൈവം ദഹിപ്പിച്ച് കളയും. അപ്പം മോശ അവരോട് പറയുന്നു, നിങ്ങൾ സാധാരണമായുള്ള ഒരു മരണം സംഭവിക്കുന്നെങ്കിൽ ദൈവം ഞങ്ങളെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് അസാധാരണമായ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ദൈവമാണ് ഇത് ചെയ്തതെന്ന് സകല ജനവും അറിയേണ്ടതിന് എന്ത് പറയും? ഭൂമി വളർന്ന് അവർ ചാകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂമി വളർന്നു, ഇവരെ 250 പേരെയും തീർത്ത് കളഞ്ഞു. മനസ്സിലായോ? അപ്പം മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ച ഒരു കൂട്ടമാണ് ഇത്. ദൈവം, ഞാൻ ഇച്ചിരി മുമ്പേ അഹരോനും വേണ്ടിയുള്ള വസ്ത്രം എല്ലാം ഒരുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാനിരുന്ന് ആലോചിക്കുകയായിരുന്നു, ഈ മോശയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വസ്ത്രം
എവിടെങ്കിലും ഒരുക്കുന്നതായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മോശ എപ്പം നമ്മളൊരു പടം നോക്കിയാൽ, ഞാനിപ്പോൾ ചുമ്മാ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ കാണുന്നത് ഒരു വടിയുണ്ട്, ഒരു കൂറ വസ്ത്രം. എനിക്ക് തോന്നുന്നു പുള്ളി അവിടെ നിന്ന് മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ ഇട്ടിരുന്ന ഒരു വസ്ത്രമാണെന്ന് തോന്നുന്നു. ആ വസ്ത്രം ഇട്ടുകൊണ്ട് പുള്ളിയുടെ ഒരു പടം ഞാൻ എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇങ്ങനെ ദൂരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പുള്ളി ഈ തലമുടിയൊക്കെ നരച്ച്, പക്ഷേ തലേ നല്ല മുടിയുണ്ട് ഏതായാലും. അപ്പോൾ പുള്ളി ഇങ്ങനെ ദൂരോട്ട് നോക്കും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിസ്ഗായിലേക്കായിരിക്കും പുള്ളി നോക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ മനുഷ്യന് അവിടെ ചെന്നെത്താൻ പറ്റാതായിപ്പോയി. എന്തു പറ്റി? വടി കൊണ്ട് കൽപ്പിക്കാൻ പറഞ്ഞു, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം പുള്ളിയുടെ ദേഷ്യത്തിൽ പുള്ളി ഒരു അടി അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറഞ്ഞു? നീ അവിടെ ചെല്ലത്തില്ല. അഹരോൻ ഈ പരിപാടിയെല്ലാം കാണിച്ചിട്ട് അഹരോൻ ഇപ്പോഴും ജീവനോടുകൂടി ഇരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് സംഭവം. അടുത്തതായിട്ട് സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതൽ 5 വരെ. മോശ ഒരു ക്രൂശ സ്ത്രീയെ വിവാഹം ചെയ്തതുകൊണ്ട് ക്രൂശ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തുള്ളൂവോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിരിയാമിനോട്, നിങ്ങൾ മൂവരും സമാന കൂടാരത്തിൽ വരുവനെന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിക്കൽ നിന്നു. അഹരോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. മതി. ഇത് വേറെ ഒരു റേഞ്ചാണ് ഈ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മോശ, അഹരോനും മിറിയാമുമാണ് മോശയ്ക്കെതിരായിട്ട് സംസാരിച്ചത്. അത് മനസ്സിലാക്കണം. അഹരോനും മിറിയാമും മോശയും ഇവർ 3 പേരും ഇസ്രായേലിൻ്റെ നേതാക്കന്മാരാണ്. അപ്പോൾ ഈ കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് അന്ന് വായിച്ചേ. യഹോവ അത് കേട്ട് മോശ എന്ന പുരുഷനെ ഭൂതലത്തിലുള്ള സകല മനുഷ്യരും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിരിയാമിനോടും. മതി. പെട്ടെന്ന്. മനസ്സിലായോ? താമസിച്ചില്ല, അധികം നേരം എടുത്തില്ല. ദൈവത്തിന് മനസ്സിലായി ഈ സംഭവം ഇച്ചിരി ഗുരുതരമാണ്. അപ്പം ദൈവം തന്നെ വിചാരിച്ചു ഇത് പെട്ടെന്ന് കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ 3 പേര് നേതാക്കന്മാരാണ്. മോശയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല. അഹരോനും മിറിയാമും ഒരു സൈഡിൽ. അപ്പം അവിടെ പെട്ടെന്ന് ദൈവം തന്നെ ഇടപെട്ടിട്ട് എന്താണ് പറയുന്നത്? അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപുരലായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. മതി, അവിടെ നിൽക്കും. സാധാരണ ആൾക്കാരോട് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശനങ്ങളാലും അടയാളങ്ങളാലും എല്ലാമാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ മോശയോട് എങ്ങനെ സംസാരിച്ച്? മോശയോട് മുഖാമുഖമായാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? മുഖാമുഖമായാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മോശ വിളിച്ചിറക്കി. മോശയ്ക്ക് ഒരു സ്ഥാനവുമില്ല, ഒന്നുമില്ല. പക്ഷെ മോശയോട് ഒരു സുഹൃത്തിനെ പോലാണ് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നത്. മനസ്സിലായോ? മറ്റുള്ളവർ പ്രവാചകന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദർശനം കൊടുക്കുന്നു, അടയാളങ്ങൾ കൊടുക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. പക്ഷെ അവരൊക്കെ സാധാരണ ലെവല്. മോശയോട് അങ്ങനെയല്ല. മോശയോട് മുഖാമുഖമായിട്ട് സംസാരിക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണ്. നമുക്ക് പലപ്പോഴും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അംഗീകാരം വേണം. ആരെങ്കിലും നമ്മളെ അംഗീകരിക്കണം. നമ്മുടെ പെട്ടുപിടിക്കാൻ ആൾ വേണം. കാണുമ്പോഴത്തേക്ക് ഓടി വന്ന് കൊള്ളാമായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. നമുക്ക് ഈ പ്രശംസയാണ് വേണ്ടത്. ഈ പ്രശംസ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല. ഇത് ഇന്ന് നമ്മളെ ഓർക്കും, നാളെ നമ്മളെ മറക്കും. മനുഷ്യന് ആയുസ് വയലിലെ പുല്ല് പോലെയാകുന്നു. പണം ഉണ്ടെങ്കിലും കൊള്ളാം, ഈ പണം നമുക്ക് എപ്പോഴാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ ക്യാൻസർ പേഷ്യൻസിൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഞാനിരുന്ന് ചിന്തിക്കുമായിരുന്നു, കോടികൾ നമ്മൾ ചിലവാക്കും, കോടികൾ. പക്ഷേ ആളും പോവും, ചിലപ്പോൾ ആൾ പോവും, പണവും പോവും. അപ്പം ഞാനിരുന്നാൽ നമ്മൾ എന്തിനാ ഈ അഹങ്കരിക്കുന്നത്? എന്തിനെ വെച്ചോണ്ട് നമ്മൾ ഈ അഹങ്കരിക്കുന്നത്? നാളെ എന്തോ നമ്മുടെ സ്ഥിതി? നമ്മൾ ഈ ലോകത്ത് കാണുമോ ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല. വളരെ സങ്കടകരമായ അവസ്ഥ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ദാണ്ട് നമ്മൾ നോക്കുന്ന അഹരോനും മോശയ്ക്കും, അവർക്ക് അഹരോനും മിറിയാമിനും സഹോദരനും സഹോദരിയാണ്. ദൈവം മോശയോട് മാത്രമാണോ സംസാരിക്കുന്നത്?
ഒന്ന് ആലോചിക്കുക. പിന്നിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ജീവനോടുകൂടി പോലും ഇരിക്കേണ്ട ആളല്ല. ദൈവം അന്നേ കൊല്ലേണ്ടതാണ് പുള്ളിയെ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഓർത്തോണം. ഇവിടെ എന്താണ്ട് അഹരോനെയും മിറിയാമിനെയും 2 എണ്ണം ആണ് പുറത്തത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറിയാമിന് കുഷ്ഠം വന്നു. മനസ്സിലായോ? അഹരോന് വന്നോ? അഹരോന് വന്നില്ല. ഇവിടെയും അഹരോൻ രക്ഷപ്പെടുന്നു. മനസ്സിലായോ? പുരോഹിതനായ അഹരോൻ ഇവിടെയും രക്ഷപ്പെടുന്നു. ദൈവകോപം അവൻ്റെ മേൽ ജ്വലിച്ചില്ല. ഇതെന്താ കാര്യം? ഞാൻ വേണ്ടി വരുന്ന ചിന്തിക്കരുത്, ഇതെന്തോ ദൈവമേ, ഇത് ഇച്ചിരി അന്യായമാണല്ലോ. ക്ഷമിക്കണം. ഞാനിരുന്ന് ആലോചിച്ച്, ഇതെന്തോ കർത്താവ്, ഇതെന്താ ഇതിങ്ങനത്തെ ഒരു സംഭവം? നീ മോശ എന്നാ വടിയെടുത്ത് അടിച്ചതേ ഉള്ളൂ. അതിന് ഇപ്പോഴത്തെ ദേവദാസന്മാർ വ്യാഖ്യാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ അടിച്ചത് പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവാണ്. ക്രിസ്തു ഒരു തവണയെ മരിച്ചുള്ളൂ. അതുകൊണ്ട് 2ാമത്തെ തവണ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ക്രിസ്തു മരിച്ചു. എനിക്കറിയത്തില്ല. ഈ വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് പറയുന്നതുകൊണ്ട് നമുക്കിതിനെ അങ്ങോട്ട് മനസ്സിലാക്കാനൊക്കെ ഇതിന് ബുദ്ധിമുട്ട്. അത് ദൈവത്തിന് മാത്രം അറിയാം. നമുക്കിനി അങ്ങ് ചെല്ലുമ്പോൾ നമുക്ക് ചോദിക്കാം, ദൈവത്തോട് ചോദിക്കാം, നീ എന്തിനാ പാവം ഈ മനുഷ്യനെ ഇത്രയൊക്കെ സഹിച്ചു, പുള്ളി കഷ്ടപ്പെട്ടു, എന്നിട്ടും പുള്ളിയെ ഞങ്ങൾ കർത്താവെ കനാൻ ദേശം കാണാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തില്ലല്ലോ. അതേ സമയത്ത് അഹരോൻ ഒരു കുഴപ്പമുണ്ടായാലും അഹരോൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്തു, എന്നിട്ടും അഹരോൻ ജീവനോടുകൂടി ഇരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. വീണ്ടും ഞാൻ ഒന്നുകൂടെ തെളിയിക്കാൻ വേണ്ടിയാണ് ഈ അഹരോൻ്റെയും മിറിയാമിൻ്റെയും കാര്യം പറയുന്നത്. അഹരോൻ ഒരു കുഴപ്പം സംഭവിച്ചില്ലേ? മിറിയാമിന് ദാണ്ട് കുഷ്ഠം വന്നിട്ട് 7 ദിവസം. എന്നിട്ട് മോശയോട് പറയുന്നുണ്ട്, നീ ഒന്ന് എൻ്റെ യജമാനനെ. അപ്പോഴത്തേക്ക് അഹരോൻ്റെ വിളി മാറി, യജമാനനെ നീ ഒന്ന് പ്രാർത്ഥിക്ക്, നീ എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഉടനെ യഹോവ പറയുന്നു, അവിടെ മുഖത്ത് അവിടെ അപ്പം തുപ്പിയാൽ തന്നെ അവൾ 7 ദിവസം ക്യാമ്പിൻ്റെ വെളിയിൽ പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൾ 7 ദിവസമോ എത്ര ദിവസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കുറേ ദിവസങ്ങൾ ഏതായാലും ശരി ക്യാമ്പിൻ്റെ വെളിയിൽ നിന്നോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതുവരെ ഇസ്രായേൽ മക്കൾ അവിടെ താവളം അടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഞാനൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമേ പറഞ്ഞ്, നമ്മൾ മനുഷ്യനെ നോക്കരുത്. മനുഷ്യന് തെറ്റുപറ്റും. നമ്മൾ ദൈവത്തെ മാത്രമേ നോക്കാവൂ. ദൈവത്തിൻ്റെ മുഖം മാത്രമേ അന്വേഷിക്കാവൂ. ദൈവത്തിൻ്റെ ഇഷ്ടം, നീതിയും ന്യായവും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് പഠിക്കാനാണ്. ഇത് രാവിലെ ചിലർ പറയും 5 അധ്യായം വായിക്കണം, 10 വായിക്കണം. വായിച്ചിട്ട് ഒരു അർത്ഥവും ഇല്ല. മനസ്സിലായോ? 1 വായിച്ചാൽ മതി. പക്ഷെ വായിക്കുന്നത് അത് നേരെ ചൊവ്വേ അത് വായിക്കുകയല്ല, പഠിക്കണം. മനസ്സിലായോ? അല്ലാണ്ട് നമ്മളിരുന്നുകൊണ്ട് ഇപ്പം നിങ്ങളൊരു 5 അധ്യായം വായിച്ചു. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കറിയത്തില്ല, നിങ്ങളുടെ ബുദ്ധി ചിലപ്പം എന്നെക്കാളൊക്കെ വളരെ നല്ല ബുദ്ധി ഉള്ളതുകൊണ്ട് നിങ്ങൾ വായിക്കുന്നത് മനസ്സിലാക്കുമായിരിക്കും. ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഈ 5 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക, എന്താ വായിച്ചാൽ? എനിക്കറിയത്തില്ല. അതേ സമയത്ത് ഒരു ചാപ്റ്റർ, ഒരു അധ്യായം വായിച്ച് നന്നായിട്ട് ധ്യാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ തലയ്ക്കകത്തോട്ട് കയറും. പ്രത്യേകിച്ച് ചിലർക്ക് വളരെ കഴിവുണ്ട്, വാക്യങ്ങളൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കും, ഇങ്ങനെ ഉള്ള കഴിവുള്ളവരുണ്ട്. എനിക്കറിയാം കേവറിസങ്ങളുടെ ബൈബിള്. ഞാൻ കേവറിസങ്ങളുടെ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുഴുവനും മാർക്ക് ചെയ്തിട്ടുണ്ട്. മുഴുവനും എനിക്കൊന്ന് പല കളർ തന്നെ ആയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ അങ്കിളിൻ്റെ വാക്യങ്ങളെല്ലാം നന്നായിട്ട് അറിയുകയും ചെയ്യാം, അങ്കിളത് പറയുകയും ചെയ്യും. എന്നെക്കൊണ്ട് ഞാനൊരു വാക്യം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഡിസംബർ 31 എനിക്കൊരു മറ്റേ കാർഡ് കിട്ടി. ഞാൻ അതും മേടിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ മാസങ്ങളോളം എടുത്ത് അതൊന്ന് പഠിച്ചെടുക്കാൻ. ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം പറയാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ അറിഞ്ഞുകൂടാ. അനർത്ഥ ദിവസങ്ങളിൽ അവൻ നിന്നെ തൻ്റെ കൂടാരത്തിൽ മറയ്ക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ നിന്നെ ഒളിപ്പിക്കും, പാറമേൽ ഉയർത്തും. ഞാനിത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വില്യം പാസ്റ്റർ എൻ്റെ കയ്യിൽ ഇത് കൊണ്ടു തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അനർത്ഥ ദിവസത്തിൽ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നെ 23-ാം തീയതി ഇതാണ്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാണ്, ഇനി ഈ വർഷവും ഇതുപോലെ ഇതാണ്ട് അനർത്ഥ ദിവസം എന്ന് വായിച്ചപ്പോഴേ എനിക്ക് പേടി തോന്നി. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വചനം നേരെ ചൊവ്വേ പഠിക്കണം. മനസ്സിലായോ? അഹരോന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അഹരോന് ഒരു സാധാരണ മരണമാണ് സംഭവിച്ചത്. പക്ഷേ കൂടുള്ളവർക്ക് പല കുഴപ്പങ്ങളും ഉണ്ടായി. നമ്മളതുകൊണ്ട് ദൈവസന്നിധിയിൽ ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കുന്നതാണ് നമുക്ക് നല്ലത്. അത് ഏറ്റവും സങ്കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ അനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ തലമുറമേലും ആണ് വരുന്നത്. നമുക്ക് മാത്രമല്ല വരുന്നത്. നമ്മൾ ചെയ്ത് കൂട്ടുന്നതിന് നമ്മുടെ അതിൻ്റെ ദോഷവും നമ്മുടെ മേൽ മാത്രമല്ല നമ്മുടെ തലമുറമേലും വരുന്നു. അതുകൊണ്ട് ഈ കാലത്ത് നമ്മളെ വളരെയധികം സൂക്ഷിച്ച് വേണം ദൈവത്തോട് കളിക്കാനായിട്ട്. നമ്മൾ നീതിക്കും ന്യായത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കണം. ഇനി ഞാൻ ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചോട്ടെ. അതായത് ഡ്യൂട്രോണമി 9:20. അഹരോനെ നശിപ്പിക്കുമാറ് അവൻ്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു. എന്നാൽ ഞാൻ അന്ന് അഹരോന് വേണ്ടിയും അപേക്ഷിച്ചു.
നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ പാപമായ കാളക്കുട്ടിയെ ഞാൻ എടുത്ത് തീയിലിട്ട് ചുട്ടു നന്നായി അരച്ചു നേരിയ പൊടിയാക്കി പൊടി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുന്ന തോട്ടിൽ ഇട്ടുകളഞ്ഞു. ഞാനിത് കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിക്കുകയായിരുന്നു, ഇതെന്താണ് ഈ അഹരോന് കുഴപ്പമൊന്നും പറ്റാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ ഇടയ്ക്ക് മോശ ഒന്നും പറയുന്നില്ല. മോശ അഹരോനോടത്ത് ഒന്നും പറയുന്നില്ല. അഹരോൻ കള്ളം പറയുന്നു. അഹരോൻ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ടും അഹരോനും മോശയും തമ്മിൽ ഒരു സംഭാഷണം അവിടെ ഇങ്ങനത്തെ വാക്യൊന്നും കണ്ടില്ല. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ഈയിടെ പതുക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ആവർത്തന പുസ്തകം 9:20 വന്നത്. ഞാനത് കണ്ടപ്പം അന്നേരമാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് മോശ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഹരോന് വേണ്ടി ഇടിവിൽ നിന്നതുകൊണ്ടാണ് അന്ന് ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ ജ്വലിക്കാതിരുന്നത്. അന്ന് ആ കോപം ജ്വലിച്ചിരുന്നെങ്കിൽ അഹരോൻ്റെ കാര്യം തീർന്നേനെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 4 അധ്യായം മുമ്പേ ഇദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ഇദ്ദേഹത്തിന് പൗരോഹിത്യം കൊടുത്തു, മഹാപുരോഹിതനാക്കി, ഇതെല്ലാം ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് 4 അധ്യായം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി കാണിച്ചു കൂട്ടിയത് കണ്ടു കഴിഞ്ഞാൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഭയാനകമാണ്. പക്ഷെ എങ്കിലും ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ ജ്വലിച്ചില്ല. ദൈവം അവനെ സംരക്ഷിച്ചു. ഏതായാലും ശരി, നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. നമ്മൾ വളരെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ ദൈവകൃപയിൽ വളരണം. ഇതിന് പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഞാൻ ഒരു 5 മിനിറ്റും കൂടെ എടുക്കുന്നു. ഈ പ്രത്യേകിച്ച് ഈ നിങ്ങൾക്കൊരു ചോദ്യം കാണും, നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ അതിജീവിക്കാൻ പഠിക്കുന്നത്? നമുക്കെങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും? ഇതിനകത്ത് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോൾ അന്യഭാഷയിലും പ്രവചനമായാലും അന്യഭാഷയായാലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, ഒറിജിനലും ഉണ്ട്. അത് സഭയിൽ തന്നെ ഉണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും എങ്ങനെ നമുക്കറിയാൻ പറ്റും? അറിയണമെങ്കിൽ നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ കാലത്ത് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. ഇപ്പം സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സഭകളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യത കുറഞ്ഞു വരിക. പണ്ടാണെങ്കിൽ സ്ഥിരം ഒരു മാസം നമുക്കൊരു കാത്തിരിപ്പ് യോഗം, എല്ലാവരും കൂടി വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയും. അപ്പം നമ്മുടെ കൊച്ചു പിള്ളേരും ഇപ്പോഴത്തെ കാലത്ത് നമുക്കിതൊന്നും ആരും ഒരു പ്രോത്സാഹനമില്ല. നമ്മൾ ഈ പഴയതുപോലെ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനല്ല, നമ്മൾ ഈ സഭയായിട്ട് വാസം പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ എല്ലാവരും ഓരോ വ്യക്തികളും പ്രാപിക്കേണ്ടിയ സമയം കഴിഞ്ഞു. ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. എന്നാലേ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു 10 മണിയായപ്പോൾ കണ്ട ഒരു സീനാണ്. കുറേ ചെറുപ്പക്കാർ നിൽക്കുന്നു, എല്ലാം പുക വലിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിൽ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇത്രയും വേണ്ടിയുള്ളൂ. അവിടെ കയ്യിൽ ഒരു സിഗരറ്റും ഇരിക്കുന്നുണ്ട്. ആ സിഗരറ്റിനേക്കാളും എനിക്കൊന്ന് ഒരു 1/2 അടിയും കൂടെ അവൾക്ക് പൊക്കമുള്ളൂ. അവൾ ഈ പിള്ളേരുടെ കൂടെ നിന്ന് വലിയ കാര്യമായിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിരുന്ന് ആലോചിച്ചു, ദൈവമേ, ആൺപിള്ളേർ പോട്ട്, അവർ കഞ്ചാവിനും മയക്കും വരുന്നതിനും അടിമകളായ കുഴപ്പമില്ല, അവന്മാരെങ്ങനെങ്കിലും തടിയപ്പി പോവും. പക്ഷേ ഈ പെങ്കൊച്ചിൻ്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവക്ക് ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയില്ലേ? ഇവക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നില്ലെങ്കിലും ശരി, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. രാവിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ മൊബൈൽ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഒരു ശാപമാണെന്ന് ഞാൻ എഴുതി വെച്ച് തരാം. എന്താ അറിയോ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവരും നോക്കുന്നതാണ്ട് മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കും, വാട്സപ്പ് മെസ്സേജസ്. ഞാൻ ചോദിക്കുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ല വാട്സപ്പിൽ കൂടെ വന്ന മെസ്സേജസ് ഇത് നോക്കിയിട്ട് അതിന് മറുപടി കൊടുക്കുക? ഇതാണ് ചെയ്യേണ്ടത്. രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കടന്നു വരണം. ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കണം. ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമടങ്ങി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കേണ്ട കാര്യം വരത്തില്ല. ഞാനിത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ശുദ്ധനാന്ന്. അയ്യോ, എനിക്കും ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. എൻ്റെ കുഴപ്പങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതല്ല പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഇത് ബാധകമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം, വചനം വായിക്കണം. വചനം വായിക്കുക മാത്രമല്ല, വചനം പഠിക്കണം. എവിടെ പോയാലും ഈ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ പല കുഴപ്പങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വെളി രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ശരിയാണ്, ഇപ്പം പല മാതാപിതാക്കളും പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്താണെന്നറിയോ? അവനെ ഏതിനെ കെട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ അത് പെണ്ണായിരിക്കണം. മനസ്സിലായോ? ഏതിനെ കെട്ടിയാലും കറുപ്പായാലും കൊള്ളാം, വെളുപ്പായാലും കൊള്ളാം, ബ്രൗൺ ആയാലും കൊള്ളാം, ഏതായാലും കൊള്ളാം, പക്ഷേ പെണ്ണായാൽ കൊള്ളാം. ആൺപിള്ളേരുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ പെൺപിള്ളേരുടെ കാര്യം പറയും, അവളെ കെട്ടിയാൽ ആണായിരിക്കണം. മനസ്സിലായോ? ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആ വണ്ണം വളർത്തണം. ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും
നമ്മൾ തന്നെയാണ് കാരണക്കാർ. നമ്മൾ തന്നെ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കാണ് നമ്മൾ അതിൻ്റെ വില കൊടുക്കുന്നത്. അതുകൊണ്ട് നേരത്തെ നമ്മൾ ദൈവസന്നിധിയിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയുക മാത്രമല്ല, നമ്മൾ ജീവിക്കുന്നതും അതുപോലെ ആയാൽ നമുക്കും കൊള്ളാം, നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൊള്ളാം. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഈ കാലയളവിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലങ്ങൾ നമുക്കറിയത്തില്ല. വിശ്വാസമൊക്കെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്ത തലമുറ, ഞാൻ ചിലപ്പോൾ എൻ്റെ മക്കളോട് പറയും, നിങ്ങളുടെയൊക്കെ കാലം വരുമ്പോഴത്തേക്ക് വാസം പറഞ്ഞ സ്ഥിതി എന്താവുമെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ മുമ്പേ അങ്ങ് പോയ സന്തോഷം എന്ന് വെച്ചാൽ ഇതൊന്നും കാണേണ്ട ഗതികളില്ലല്ലോ എന്ന്. ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പിള്ളേരെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനുഗ്രഹമായിട്ട് നമ്മുടെ സഭയിൽ നിങ്ങൾ എഴുന്നേറ്റ് ഒരു കാലത്ത് ഒരു ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയാണോ വളർത്തുന്നത്? അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, എനിക്ക് പറയാനുള്ളത്, എല്ലാം കാണും ഈ ലോകത്തിൽ, എല്ലാം ഉണ്ടാകും. പക്ഷേ ദൈവകൃപ ഇല്ലെങ്കിൽ ഏത് വഴിയെ പോകും, എന്തോ സംഭവിക്കും എന്ന് നമുക്കറിയത്തില്ല. ഞാനതുകൊണ്ട് വീണ്ടും പറയുന്നു, നമ്മൾ മനുഷ്യരെയെല്ലാം നോക്കേണ്ടേ, നമ്മൾ ദൈവത്തെ മാത്രമേ നോക്കി ജീവിക്കാവൂ. മനുഷ്യനെ നോക്കിയാൽ നമ്മൾ വീണു പോകും. മനുഷ്യന് ബലഹീനനാണ്, അവന് ജഡീകനാണ്, എല്ലാവർക്കും കുറവുകളുണ്ട്, കുറവുകളില്ലാത്തവരാരുമില്ല. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധിയോടുകൂടി എന്നാലേ നമുക്കങ്ങ് അത്ര എത്താൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് വചനം പറയുന്ന അവനവൻ ചെയ്യുന്നതിന് തക്ക പ്രതിഫലം. അവനവനെന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യയുമില്ല, മനസ്സിലായി? ഇപ്പം ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവനവൻ ചെയ്യുന്നതിന് തക്ക പ്രതിഫലം. അതുകൊണ്ട് അവനവൻ ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണം. അതുകൊണ്ട് ഈ കാലയളവിൽ ഞാൻ പറയുന്നത്, നമ്മുടെ സഭയോട് ഞാൻ വീണ്ടും പറയുന്നത്, നമുക്കൊന്ന് ഉണരാം. പഴയതുപോലെ അല്ല, നമുക്ക് ജീവൻ പ്രാപിക്കണം, നമുക്ക് ശക്തിയോടുകൂടി എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കണം. പുതിയ ആത്മാക്കൾ ഈ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. രോഗികൾ സൗഖ്യമാകണം, മനസ്സിലായോ? അതുപോലെ തന്നെ പാപികൾ മാനസാന്തരപ്പെടണം. ചിലയിടത്തൊക്കെ ഉണ്ട്, 10 വർഷമായാലും ശരി, പഴയ പണികളായിട്ട് ഉള്ള ഒരു സഭയിലുണ്ട്. ഇത്രയും കാലമായിട്ടും മാനസാന്തരപ്പെട്ടിട്ടില്ല. അങ്ങനല്ല, നമ്മുടെ സഭയിൽ അത് പാടില്ല. നമ്മുടെ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ മാനസാന്തരപ്പെടണം, പാപസ്വഭാവം വിടണം, രൂപാന്തരം ഉണ്ടാകണം. ദൈവസന്നിധിയിൽ വന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടി വന്നിട്ട് ദൈവത്തെ നമുക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, മനസ്സിലായോ? ആരാധന മാത്രം പോരാ. ആരാധന കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഫലവും പുറപ്പെടുവിക്കണം. ഈ ആരാധന കൊണ്ട് മാത്രം ഈ പല കൺഫ്യൂഷൻസ് ഉണ്ട്. ചിലർ പറയും ഇത് മാത്രമല്ല കാര്യം, കുറേ ശബ്ദം ഉണ്ടാക്കുന്നത് മാത്രമല്ല കാര്യം പറയും. ഒരാൾ വന്ന് പറയും, അപ്പോൾ ഉടനെ അടുത്ത ആൾ പറയും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ശബ്ദമൊക്കെ ഉണ്ടാകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അപ്പം കേൾക്കുന്നവർ വിചാരിക്കും ഇതിപ്പോൾ എന്തുവാണ്, ശബ്ദം ഉണ്ടാകും. ഈ ആത്മസ്നാനം വരുമ്പോഴത്തേക്ക് ശബ്ദമൊക്കെ ഉണ്ടാകും. 84 ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. 1984 ദിനകരൻ എന്നും പറഞ്ഞുകൊണ്ട് വ്യക്തി, പുള്ളി സാൽവേഷൻ ആർമി ഗ്രൗണ്ടിൽ വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ജനം ഒരുപാട് തടിച്ചുകൂടിയ സമയം. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ആത്മസ്നാനം കണ്ടത്. അനേകർ വാസം പറഞ്ഞ് അഭിഷേകം പ്രാപിച്ചു. അപ്പം ഞാൻ അന്നത്തെ കാലത്ത് ആദ്യ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരൊക്കെ തീ പോലായിരുന്നു. തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഫ്രണ്ടിൽ നിന്ന് നിന്നാൽ പേടി പൊട്ടിക്കുന്ന പോലാണ് പ്രവചനം വരുന്നത്, മനസ്സിലായോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയമാണ്. കോളേജിലൊക്കെ പഠിച്ച് ഇവരുടെ മുന്നിൽ ചെന്ന് നിൽക്കണമെങ്കിൽ പതുക്കെ പേടിച്ചൊക്കെ ചെന്ന് നിൽക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നേരിട്ട് കിട്ടും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ കാലയളവിൽ അങ്ങനത്തെ ആ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മുടെ സഭയിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം. എന്നാലേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാം. ദൈവം മാത്രമുള്ള വിശുദ്ധൻ. നമുക്കൊക്കെയും ഒരുപാട് വീഴ്ചകൾ താഴ്ചകളൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മനുഷ്യനെ നോക്കരുത്, മനുഷ്യനൊക്കെ വീഴും. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഈ വചനങ്ങളാൽ നമുക്ക് കൃപ നൽകുമാറാകട്ടെ.